നിനക്ക് വൈകിയെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ സ്വപ്നങ്ങൾ ഒരിക്കലും സാധിക്കില്ലെന്ന് മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചോ? ശ്രദ്ധിക്കൂ, അതെല്ലാം തെറ്റാണ്. തുടങ്ങാൻ ഒരിക്കലും വൈകിയിട്ടില്ല. പ്രായവും സമയവും ഒന്നും അതിൻ്റെ മാനദണ്ഡമല്ല. നിന്റെ പുതിയ ജീവിതം തുടങ്ങാൻ ഈ നിമിഷം അതുതന്നെ മതിയാകും. നിനക്കായി ഒരുക്കപ്പെട്ട നേട്ടങ്ങൾ നീ എപ്പോഴാണത് തുടങ്ങുന്നതെന്നോർത്ത് നിന്നെയും കാത്തിരിക്കുന്നു. അതിൻ്റെ തിരക്ക് നീ കാണിക്കണം. ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് ഇത് നിന്റെ സമയമാണെന്ന് മനസ്സിലാക്കി നിന്റെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രകൾ തുടങ്ങും. അതിനുവേണ്ടി നീ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചോ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതിനെപ്പറ്റിയോ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നീ നിന്റെ മനസ്സിൽ നിന്റെ ചിന്തകളിലൂടെയാണ് ആ സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത്. നീ പറയുക, എനിക്ക് സമയം വൈകിയിട്ടില്ല, ഇന്ന് എൻ്റെ ദിവസമാണ്. എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ ഞാനാണ് പ്രവർത്തിക്കേണ്ടത്. മറ്റുള്ളവരെ ഞാൻ ഗൗനിക്കേണ്ടതില്ല. ഞാൻ ആരോടും വിളിച്ചു പറയേണ്ടതില്ല ഞാൻ ഇന്ന് തുടങ്ങാൻ പോവുകയാണെന്ന്. ഞാൻ തുടങ്ങുക. ചിന്തകളിലെങ്കിലും തുടങ്ങി വയ്ക്കുക. അത് നിന്നെ പുതിയൊരു ഊർജത്തിലേക്കും പുതിയൊരു ജീവിതത്തിലേക്കും തള്ളിവിടും. ആ ചിന്തകളിലൂടെയെങ്കിലും നീ നിൻ്റെ സ്വപ്നങ്ങളെ കരിപ്പിടിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ തുടങ്ങാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വഴികളും അതിനുള്ള ആശയങ്ങളും നിൻ്റെ ചിന്തകളിലൂടെ നിനക്ക് മുന്നിൽ തെളിഞ്ഞു വരും. നിൻ്റെ നെഗറ്റീവായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നീ പോസിറ്റീവായി തുടങ്ങുമ്പോൾ പോസിറ്റീവായി തുടങ്ങും. അതൊരിക്കലും ഇൻസിഡൻസ് അല്ല. നിൻ്റെ ചിന്തകളിലൂടെ നീ നിൻ്റെ കാര്യങ്ങളെ അല്ലെങ്കിൽ നിൻ്റെ സ്വപ്നങ്ങളെ നിൻ്റെ ലക്ഷ്യങ്ങളെ പോസിറ്റീവാക്കിയപ്പോൾ സാഹചര്യങ്ങളും പോസിറ്റീവായി തുടങ്ങും. അത് നിനക്ക് വേണ്ടി പ്രകൃതി ഒരുക്കുന്ന അത്ഭുതമാണ്. എല്ലാ സാഹചര്യങ്ങളും നിനക്ക് വേണ്ടി പ്രകൃതി നിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് തരും, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. പക്ഷേ നിൻ്റെ പോസിറ്റീവ് ചിന്താഗതി കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും നിനക്ക് നേടിയെടുക്കാൻ പറ്റും. നീ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് മാറ്റിവെച്ച ഒത്തിരി കാര്യങ്ങൾ നിൻ്റെ പോസിറ്റീവ് ചിന്താഗതിയും ആ ആത്മവിശ്വാസവും കൊണ്ട് മാത്രം നേടിയെടുക്കാനും അത് മറ്റുള്ളവരുടെ മുൻപിൽ കാണിച്ചു കൊടുക്കാനും നിനക്ക് പറ്റും. പക്ഷേ ഇന്നും നീ തുടങ്ങാൻ പേടിയാണ്, എനിക്ക് സമയം അതിക്രമിച്ചു പോയി, എനിക്ക് ഒത്തിരി പ്രായമായി, എനിക്ക് സമയം തീരെയില്ല എന്നൊക്കെ ചിന്തിച്ച് നിന്നെ തന്നെ പുറകോട്ട് വലിക്കുമ്പോൾ മറ്റുള്ളവർ നിൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുകയല്ല. അവിടെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത് നീ തന്നെയാണ്, നിൻ്റെ ചിന്ത തന്നെയാണെന്ന് മനസ്സിലാക്കുക. ആദ്യം നിൻ്റെ ചിന്തയിലേക്ക് ഫോക്കസ് കൊടുക്കുക. നിനക്ക് എന്താകണമെന്ന് നീ എഴുതാൻ തുടങ്ങുക, വായിക്കാൻ തുടങ്ങുക. ചിന്തയിലൂടെ അതിനെ ഒരു സിനിമ പോലെ കാണാൻ തുടങ്ങുക. അതിനുശേഷം പ്രവർത്തിക്കാൻ തുടങ്ങുക. ഇന്നും ഈ നിമിഷവും ലേറ്റ് ആയിട്ടില്ല. പ്രായം ഒരു തടസ്സമല്ല. നിൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ ആദ്യം മുന്നിട്ടിറങ്ങേണ്ടത് നീ തന്നെയാണ്. നിൻ്റെ ചിന്തകളിലൂടെയാണ് അതിനാദ്യം ചിറക് നൽകേണ്ടത്. നിൻ്റെ ഉപബോധ മനസ്സിൽ, അതായത് നിൻ്റെ ചിന്തകളിലൂടെയാണ് ആ ഒരു ലക്ഷ്യം നീ നേടിയെടുത്തു എന്ന് നീ ആദ്യമായി കാണേണ്ടത്. ഒരു സിനിമ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സംവിധാനം ചെയ്യുന്നതിനും നായകനെയും സെലക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ സിനിമ എങ്ങനെയായിരിക്കണം, അതിൽ ഏതൊക്കെ റോള് എവിടെയൊക്കെ ഷൂട്ട് ചെയ്യണം, അത് എങ്ങനെ നടക്കും എന്നതിനെപ്പറ്റിയെല്ലാം അയാളുടെ മനസ്സിൽ, ചിന്തയിൽ, ഉപബോധ മനസ്സിൽ ആ സിനിമ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ ഉണ്ടാക്കിയതിൽ നിന്നാണ് യഥാർത്ഥമായിട്ടുള്ള ലൈഫിലേക്ക് അതിനെ ആപ്ലിക്കബിൾ ആക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നത്. അപ്പോൾ നിൻ്റെ സ്വപ്നങ്ങളും അതുപോലെ തന്നെയാണ്. നിൻ്റെ സ്വപ്നങ്ങൾ എത്ര തീവ്രമായിട്ട്, എത്ര ക്ലിയറായിട്ട്, എത്ര ക്ലാരിറ്റിയോടെ നീ നിൻ്റെ മനസ്സിൽ ഒരു സിനിമ പോലെ ദൃശ്യവൽക്കരിക്കുക ആദ്യം. അത് നേടാനായിട്ടുള്ള വഴികളും കാര്യങ്ങളുമെല്ലാം നിൻ്റെ മുന്നിൽ നീ തന്നെ നിൻ്റെ ചിന്തകളിലൂടെ നിൻ്റെ സാഹചര്യങ്ങൾ അതിനെ ഒരുക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പ്രകൃതി നിന്നിലേക്ക് അടുപ്പിച്ചു തരും. ആദ്യം തുടങ്ങേണ്ടത് നിൻ്റെ ചിന്തകളിൽ തന്നെയാണ്. അപ്പോൾ ഇനിയും സമയം വൈകിയിട്ടില്ല. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ റെഡിയാകുക. ഇപ്പോൾ തന്നെ ചിന്തിച്ചു തുടങ്ങുക. ഇതുവരെ നിങ്ങൾ തുടങ്ങാതിരുന്നത് ഒരു പ്രശ്നമല്ല. ഇപ്പോൾ തന്നെ തുടങ്ങുക. നമുക്ക് ഓരോ ദിവസവും പുതിയ തുടക്കം നൽകുന്നു. ഭയവും സംശയവും നമുക്ക് മുന്നിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അത് നമ്മളുടെ ഉള്ളിലുള്ള സ്വയം വിശ്വാസം, നമ്മളിൽ തന്നെയുള്ള വിശ്വാസം കൊണ്ട് ഈ ഭയവും സംശയങ്ങളും എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ സ്വപ്നങ്ങൾ പ്രായം നോക്കാതെ പിന്തുടരുക. പ്രായം ഒരു തടസ്സമല്ല. പ്രായം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ്. നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തെ മാറ്റാൻ പറ്റില്ല. പക്ഷേ ഈ ലോകത്തിൽ ഒരേ ഒരു കാര്യം നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നത് അത് നിങ്ങളുടെ ജീവിതമാണ്.
നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് കഴിയും, എന്ത് ചെയ്യാൻ എനിക്ക് കഴിയും എന്നുള്ളൊരു വിശ്വാസം ഉള്ളിൽ നിന്ന് പുറത്തു വരണം. ആ വിശ്വാസത്തിലൂടെയാണ് നമ്മൾ എന്തൊക്കെ സക്സസ് നേടിയെടുത്ത ആൾക്കാരുണ്ടെങ്കിലും അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ പുറകിൽ അവരുടെ കഴിവുകളിൽ അവരാണ് ആദ്യം വിശ്വസിക്കേണ്ടത്. പിന്നീട് സക്സസ് ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവർ അതിനെക്കുറിച്ച് അറിയുന്നതും അവരുടെ കഴിവുകളിൽ വിശ്വസിക്കാൻ തുടങ്ങുന്നതും. പക്ഷേ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുക. നിങ്ങൾക്ക് വേണ്ടത്ര സമയമുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമാണ് ആ സമയത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ നമുക്ക് പറ്റുക. ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂർ തന്നെയാണ്. ആർക്കും ഒരു മിനിറ്റോ ഒരു സെക്കൻഡോ പോലും എക്സ്ട്രാ നൽകിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സമയം വിനിയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ സമയത്തെ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതാണ് മികച്ച സമയം എന്ന് മനസ്സിലാക്കി, ഒരിക്കലും ഉചിതമായ സമയം എന്നും പറഞ്ഞ ഒരു സമയം എവിടെയും എഴുതി വച്ചിട്ടില്ല. നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ അതാണ് നിങ്ങളുടെ സമയം, ശരിയായ സമയം. പുറത്തുള്ളവർ പറയുന്നത് കേട്ടിട്ട്, അതായത് അവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശബ്ദത്തെ മാറ്റാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ ഉള്ളിൽ തീരുമാനമെടുത്ത് അതിനെ മാറ്റാൻ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് സാധിക്കരുത്. അവരുടെ അഭിപ്രായങ്ങൾക്കല്ല മുൻതൂക്കം നൽകേണ്ടത്. അത് കേൾക്കാം, പക്ഷേ അവസാനത്തെ ഡിസിഷൻ എടുക്കേണ്ട വ്യക്തി, ആ ശബ്ദം നിങ്ങളുടേത് തന്നെയായിരിക്കണം. അപ്പോൾ ആ ശബ്ദം നിങ്ങളുടെ നിങ്ങളുടെ ചിന്താഗതികളെ മറ്റുള്ളവരുടെ ശബ്ദം ഒരിക്കലും നശിപ്പിക്കാൻ ഇട കൊടുക്കരുത്. തുടങ്ങാനുള്ള ധൈര്യമെടുക്കുക. സംശയങ്ങൾ എല്ലാം മാറ്റിവെക്കുക. ആദ്യ ചുവട് എടുക്കുമ്പോൾ തന്നെ മുന്നിലോട്ട് തുറന്നു വരും. ആദ്യ ചുവട് എടുക്കാതെ നിങ്ങൾ ബാക്കിയെല്ലാം എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എവിടെ നടക്കാനാണ്? നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങൾക്ക് തന്നെ കൈവശം വയ്ക്കാം. മറ്റാർക്കും അതിൻ്റെ കീ കൊണ്ടുപോകാൻ അനുവദിക്കരുത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ മറ്റുള്ളവരുടെ സമയമോ നിനക്ക് തന്നെയോ ഇനിയും ഒരു നല്ല സമയം വരുമെന്നോ കരുതി നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. നീ ആഗ്രഹിക്കുന്നത് നേടാൻ നിൻ്റെ ഉള്ളിൽ ശക്തിയുണ്ട്. ശബ്ദമില്ലാതെ ഉറച്ചതായ ഒരു തീരുമാനം, അതിൻ്റെ തുടക്കം അങ്ങനെയാകണം. ഉറച്ചതായ ഒരു തീരുമാനം, കൊട്ടിഘോഷിച്ചുകൊണ്ടല്ല. ഇന്ന് ഞാൻ തുടങ്ങാൻ പോവുകയാണ്, ഇതാണ് ബെസ്റ്റ് ടൈം എന്ന് ഉറച്ച ഒരു തീരുമാനം നിൻ്റെ മനസ്സിൽ നീ ഇന്ന് തന്നെ എടുക്കുക. നീ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നതിന് കാരണം നീ തുടങ്ങിയത് കൊണ്ടല്ല, നിർത്തിയത് കൊണ്ടാണ്. നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഓട്ടവും പരവേശവും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണെന്ന് അതിൻ്റെ കാരണം നീ നിൻ്റെ സ്വപ്നങ്ങൾക്ക് പുറകെയല്ല. നീ നിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മറ്റുള്ളവരുടെ വാക്കുകൾക്ക് മുൻതൂക്കം കൊടുത്തി അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ വർത്തമാനം, അവരുടെ സംസാരത്തിനോ അല്ലെങ്കിൽ നിൻ്റെ മുന്നിൽ വന്നു ചേർന്നിരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചോ നീ ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ നീ ഒന്നുമല്ലാതായി പോരുന്നത്. നിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രമായി പോകുന്നത്. പക്ഷേ ഓടുന്നത് നീ നിൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ നിനക്ക് മുന്നിൽ വരുന്നതെല്ലാം നിനക്ക് നല്ല രീതിയിൽ, നല്ല പോസിറ്റീവായിട്ട്, ഇത് എനിക്ക് വേണ്ടിയാണെന്നുള്ള ചിന്തയോട് ചെയ്യുമ്പോൾ അതൊരിക്കലും ഒരു കഷ്ടപ്പാടോ ബുദ്ധിമുട്ടായിട്ട് നിനക്ക് ഫീൽ ചെയ്യത്തേയില്ല. നിനക്ക് സാധ്യതയുണ്ട്. എന്തിനാണ് കാത്തിരിക്കുന്നത്? ചിന്തിക്കുക, എഴുന്നേൽക്കുക, ഇപ്പോൾ ചെയ്യാമെന്ന് മാത്രം ചിന്തിക്കുക. മടിയന്മാരും അലസന്മാരും ഒരിക്കലും സക്സസ് ആകാത്തതിന് കാരണം എല്ലാ കാര്യങ്ങളും അറിയാം, അല്ലെങ്കിൽ ഒത്തിരി ആശയങ്ങളുണ്ടെങ്കിലും അത് തുടങ്ങാൻ ഒരു പറ്റിയ സമയം അല്ലെങ്കിൽ ഏതോ ഒരു പർട്ടിക്കുലർ ടൈം വരും എന്നതിനെപ്പറ്റി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അതായത് തുടങ്ങി വെക്കാനുള്ള മടി, അതാണ് കാരണം. ആ മടിയെ നമ്മൾ എടുത്തു മാറ്റി വ്യത്യസ്തരായ ആൾക്കാർ, അതായത് ഒട്ടുമിക്ക വിജയിക്കുന്ന ആൾക്കാരും സാധാരണ ആൾക്കാരല്ല. അവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ വ്യത്യസ്തത നമ്മളിൽ ഉണ്ടാകും. അത് ഉണ്ടാകുമ്പോൾ അതിനെ ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ്, സാധാരണ ഒരാളാണെങ്കിൽ പോലും അങ്ങനെ ഒരു വ്യക്തി മാത്രമാണ് സക്സസ്സിലേക്ക് എത്തിച്ചേരുന്നത്. എല്ലാവരുടെയും സാഹചര്യങ്ങൾ ഒരുപോലെയാണ്. പക്ഷേ എനിക്ക് വ്യത്യസ്തനാകും. ഞാൻ എൻ്റെ ചിന്താഗതികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാണ് എന്നുള്ളൊരു ബോധം നിനക്കുണ്ടാകണം. ആ വ്യത്യസ്തതയെ ഇഷ്ടപ്പെട്ടു തുടങ്ങുക. അങ്ങനെ വ്യത്യസ്തമായ ചിന്തകളും വ്യത്യസ്തമായ ആശയങ്ങളും അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും തീരുമാനമെടുക്കാൻ പറ്റുന്നവരാണ് വിജയത്തിലെത്തിച്ചേരുന്നത്. നീ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് പ്രായം ഒരു തടസ്സമല്ല, പകരം അത് പ്രചോദനമാകണം. നിൻ്റെ ഉള്ളിൽ തന്നെ അതിനുള്ള ഉറ്റ ശക്തിയുണ്ട്.
നീ ചിന്തിക്കുന്നത് പോലെ നീ വലിയ കാര്യം തുടങ്ങേണ്ടതില്ല. ചെറിയ ഒരു പടി, ചെറിയ ഒരു കാൽവെപ്പ്, ഒരു തീരുമാനം, ഒരു പ്രവൃത്തിയോ മതിയാകും നിൻ്റെ ജീവിതം മാറ്റാൻ. അതുപോലെയുള്ള ചെറിയ നടപടികൾക്ക് ഇന്ന് ഈ നിമിഷം തുടക്കം കുറിക്കുക. അതാണ് നിന്നെ ചേഞ്ച് ആക്കാൻ പോകുന്നത്. അതാണ് നിൻ്റെ ലക്ഷ്യത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ പോകുന്ന ആദ്യത്തെ സ്റ്റെപ്പ്. ഒറ്റ ദിവസം തന്നെ വലിയ കാര്യങ്ങൾ സംഭവിക്കുമെന്നോ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമെന്നോ കരുതി ചെയ്യാതിരിക്കരുത്. എല്ലാ കാര്യങ്ങൾക്കും തുടങ്ങാൻ ആദ്യത്തെ ഒരു കാലെടുത്ത് വയ്പ് ആവശ്യമാണ്. അത് ചെറിയ രീതിയിലാണെങ്കിലും തുടങ്ങുക. നിൻ്റെ ഭാവി എന്നത് ഇപ്പോഴത്തെ നീ എടുക്കുന്ന തീരുമാനങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നീ എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ നീ എന്ത് തീരുമാനമെടുക്കുന്നു എന്നതിനെ ആശ്രയമാക്കിയാണ് നിൻ്റെ ഭാവി ഇരിക്കുന്നത്. നിനക്ക് വേണ്ടത് പരിപൂർണതയല്ല, തുടക്കം മാത്രം. തുടങ്ങാനുള്ള ഒരു സമയമാണ് വേണ്ടത്. തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയിൽ വെട്ടം, വെളിച്ചം, സ്റ്റെപ്പുകളെല്ലാം നമ്മൾ കാണാൻ തുടങ്ങും. നീലാകാശം കാണാൻ നീ എന്താണ് ചെയ്യേണ്ടത്? നീ ഇരിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒരു കാല് വെച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞതുപോലെയാണ്. നിൻ്റെ സ്വപ്നങ്ങളിലേക്ക് എത്തണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് നീ എടുക്കുക. അതിന് സമയം നോക്കിയിരിക്കരുത്. തെറ്റുകൾ തന്നെ നല്ല ഗുരുക്കന്മാരാണ്. പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. എന്ത് തുടങ്ങുമ്പോഴും നമുക്ക് തെറ്റുകൾ സംഭവിക്കും. തെറ്റുകൾ സംഭവിച്ചു എന്നതുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതില്ല. എല്ലാ തെറ്റുകളിൽ നിന്നും നമുക്ക് പഠിക്കേണ്ടതായ പാഠങ്ങളുണ്ടാവും. അതിനെ പഠിക്കുക. പിന്നീട് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ ആ തെറ്റുകൾ ആവർത്തിക്കാത്ത രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുക. സാഹസികമായിട്ട് ആഗ്രഹിക്കുക. സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുക. ഇപ്പോൾ ഞാനൊരു സാധാരണ 50,000 ശമ്പളം കിട്ടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ എപ്പോഴും എനിക്ക് ലക്ഷക്കണക്കിന് മാസം വരുമാനം വരുന്ന ഒരു ജോലിയെക്കുറിച്ചോ ഒരു ബിസിനസ്സിനെ കുറിച്ചോ ആയിരിക്കണം. അല്ലാതെ എനിക്ക് 50,000 സാലറി ഉണ്ട്, അല്ല എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞത് ഒരു 75,000 റുപ്പീസ് കിട്ടുന്ന ജോലി കിട്ടുക എന്നതെന്ന് പറഞ്ഞാൽ നിൻ്റെ സ്വപ്നങ്ങൾ ഒരു സാധാരണ ആൾക്കാരുടേതാണ്. നീ അസാധാരണമായത് ആഗ്രഹിക്കുക. സാഹസികമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിനക്കുണ്ടാകുമ്പോൾ അതിൻ്റെ തീവ്രത കൂടുമ്പോൾ നിനക്കത് നേടിയെടുക്കാൻ പറ്റും. സ്വപ്നങ്ങൾക്കും ചിന്തകൾക്കും ചിറക് നൽകുക. ദിവസവും ചെറിയ ചെറിയ വിജയങ്ങൾ സ്വന്തമാക്കുക. അതിനെ ആഘോഷിക്കുക. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ഏറ്റവും വലിയ സക്സസ്സിൽ എത്തിയിട്ട് സന്തോഷിക്കാമെന്ന് വിചാരിക്കരുത്. നിൻ്റെ ദിവസത്തിൽ ഓരോ ദിവസത്തിലും ഓരോ സമയത്ത് നടക്കുന്ന എന്തെങ്കിലുമൊക്കെ നല്ലതായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ആസ്വദിക്കുക. അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. കഴിയുമെന്ന് പറയുന്ന ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റും. ഇന്ന് ഈ നിമിഷം ഞാൻ വിചാരിക്കുകയാണ് എന്നെക്കൊണ്ട് പറ്റും എന്ന് വിചാരിച്ച് ആ മൈൻഡിനെ അല്ലെങ്കിൽ ആ ചിന്തയെ ഒന്ന് മാറ്റുമ്പോൾ നിൻ്റെ വഴി നീ തിരഞ്ഞെടുത്തു എന്ന് പറയാം. നിൻ്റെ പാത മറ്റുള്ളവരുടേതിനേക്കാൾ വ്യത്യസ്തമാകാം. അതിൽ അഭിമാനിക്കുക. മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്താം, മറ്റുള്ളവർ നിങ്ങളെ അവഹേളിക്കാം, മറ്റുള്ളവർ നിങ്ങളെ പരിഹാസ വിഷയമാക്കാം. അപ്പോൾ നീ മനസ്സിലാക്കുക, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ എന്തോ ചെയ്യുന്നു. ആ വ്യത്യസ്തതയെ അതാണ് നിൻ്റെ ഉയർച്ചയിലേക്ക് നിന്നെ എത്തിക്കാൻ പോകുന്നത്. സത്യസന്ധതയും ആത്മാർത്ഥതയും തന്നെയാണ് എപ്പോഴും മുതൽക്കൂട്ടായിട്ട് വേണ്ടത്. സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക. വ്യത്യസ്തത കൊണ്ടുവരാൻ ചിന്തിക്കുക. വ്യത്യസ്തത വരുന്നത് നല്ല ഉയർച്ചയ്ക്കുള്ള ഒരു ലക്ഷണമാണ്. പുറത്തു നിന്ന് അംഗീകാരം കാത്തിരിക്കേണ്ട. നീ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉയർച്ചകൾ നിനക്കുണ്ടാകുമ്പോഴും മറ്റുള്ളവർ നിന്നെ അംഗീകരിക്കണം. ആദ്യം എന്നെ അംഗീകരിക്കുക, അതിനുശേഷം ഞാൻ ബാക്കി ചെയ്യാമെന്നുള്ള ചിന്താഗതി ഉപേക്ഷിക്കുക. നീ നിന്നെ തന്നെ അംഗീകരിക്കുക. അതാണ് വേണ്ടത്. ആദ്യം നിങ്ങൾ തന്നെ അംഗീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചുറ്റുപാടുകളും നിങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങും. ഇന്ന് നീ ചെയ്ത ചെറിയൊരു ശ്രമം നാളെ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം ആകാം. അത് നിനക്ക് ഒത്തിരി പേരോട് പറയാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാകാം. നീ ആരംഭിച്ചാൽ നിൻ്റെ അവകാശമാണ് വിജയം. നീ തുടങ്ങി വയ്ക്കുക. ബാക്കിയെല്ലാം പ്രകൃതി നിനക്കായിട്ട് ഒരുക്കിക്കോളും. ഇപ്പോൾ തന്നെ എഴുന്നേൽക്കൂ. ഈ നിമിഷം തന്നെ താങ്കളുടെ പുതിയ തുടക്കമാകട്ടെ. ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പുതിയൊരു തുടക്കം കുറിക്കാൻ സമയത്തിനെയോ അല്ലെങ്കിൽ നല്ല സമയത്തിനെയോ പ്രായത്തിനെയോ ഒന്നും നോക്കിയിരിക്കേണ്ടതില്ല. ഇതാണ് നിനക്ക് തുടങ്ങാൻ പറ്റിയ സമയം. ആ സമയത്തെ അനുയോജ്യമായ രീതിയിൽ മടി കൂടാതെ ഉപയോഗിക്കാൻ തുടങ്ങുക. ഇതുവരെ നീ കാത്തിരുന്നുവെങ്കിൽ ഇനി തുടക്കമെടുക്കൂ. വൈകിയെന്ന് തോന്നിയാലും ജീവിതം ഇപ്പോഴും നിനക്കായിട്ട് കാത്തിരിക്കുന്നു. നിൻ്റെ സമയം ഇതാണ്. തുടങ്ങിക്കാണിക്കൂ. ഇതുവരെ ഒന്നും നഷ്ടമായിട്ടില്ല. നിൻ്റെ വിജയത്തിന് ഒരേ പാത. അതിപ്പോൾ തുടങ്ങുക. ഒന്നും നഷ്ടമാകാതെ നീ നിൻ്റെ കംഫർട്ട് സോണിൽ എല്ലാം ഒരുമിച്ച് നടന്നുകൊള്ളും, അല്ലെങ്കിൽ സമയത്ത് നടന്നുകൊള്ളും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിൻ്റെ വിജയവും ഒരു സക്സസ്സും നിനക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇന്ന് നീ തുടങ്ങുക. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാനെങ്കിലും തുടങ്ങുക. ഈ സമയം അതാണ് നിൻ്റെ യഥാർത്ഥ സമയമെന്ന് തിരിച്ചറിയുക.